ഏർലി മോർണിംഗിൽ നമ്മൾ റൂമിൽ നിന്നുള്ള കാഴ്ച കണ്ടോളൂ കേട്ടോ. വാവ്, സൂപ്പർ വ്യൂ ആണ്. കണ്ടാ, നമുക്ക് നല്ലൊരു എസ്റ്റേറ്റ് വ്യൂ, നിറയെ കോടങ്ങനെ മൂടിക്കിടക്കുന്ന സൂപ്പർ വ്യൂ ആണ് ഈ ബാൽക്കണിയിൽ നമുക്ക് കിട്ടുക. പ്രോപ്പർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ രാവിലെ ഇങ്ങനെ വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കണ്ടോ, രാത്രിയാണ് ഞാൻ ഈ റിസോർട്ടിൽ ചെക്ക് ഇൻ ആയത്. പക്ഷേ രാത്രിയിൽ ഇതൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ രാവിലെ കണ്ടോ നിങ്ങൾ, എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഈ കോട്ടേജുകൾ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാൻ. സുഹൃത്തുക്കളെ, വയനാട്ടിൽ ഒരു ആയുർവേദ റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പ്രീമിയം സെഗ്മെൻറ്റ് പെട്ടിട്ടുള്ള ഒരു അടിപൊളി ആയുർവേദ റിസോർട്ട് നമ്മുടെ വൈത്തിരിയിലുള്ള ജീവീസ് ആയുർവേദ റിസോർട്ടിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഒരുപാട് ആയുർവേദ പാക്കേജുകളും ഒക്കെ ഉള്ള, നല്ല വ്യൂ ഉള്ള, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള, നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള അടിപൊളി റിസോർട്ട് തന്നെയാണ് ജീവീസ് റിസോർട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ റൂം ഫെസിലിറ്റീസ്, ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വയനാട്ടിലെ ഒരു ആയുർവേദ ഹബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അത്രയും ഒരുപാട് പ്ലാന്റുകളും ഒക്കെയുള്ള അടിപൊളി റിസോർട്ട് തന്നെയാണ്. കയറി നോക്കാം. ഈ റിസോർട്ടിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതിൻ്റെ ചിത്രം നമുക്ക് മനസ്സിലാവും. കണ്ടോ, കയറി വരുമ്പോൾ തന്നെ ഒരുപാട് പ്ലാന്റുകൾ, ഒരുപാട് ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ സ്പൈസസുകളുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗാർഡൻ തന്നെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഔട്ട്ഡോർ ഒരു ഫിഷിംഗ് പോണ്ട് ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ഗാർഡനുകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്കൊരു പഴയ ഒരു മന, ഒരു 4 കെട്ട് വീട്ടിലൊക്കെ ഉണ്ടാവുന്ന, അവിടെ ഉണ്ടാവുമല്ലോ ഒരു പഴയ ഒരു മനയിലൊക്കെ ഉണ്ടാവുന്ന ഒരു കുളം, ഒരു അതുപോലെ തന്നെ അമ്പലക്കുളം, ഇതുപോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫിഷിംഗ് ബോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഇതിനുള്ളിലൂടെ നമുക്ക് ഇങ്ങനെ കയറി ചെയ്യുന്നാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷിംഗ് ബോണ്ടാണ് കാണാം. ഇതിൻ്റെ സൈഡിലൊക്കെ ഇവർ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വൈകുന്നേര സമയത്തൊക്കെ വന്ന് നമുക്കിങ്ങനെ ഇരുന്ന് നാച്ചുറൽ ബ്യൂട്ടി ആസ്വദിച്ച് നല്ല ശുദ്ധവായു ശ്വസിച്ചങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ മറ്റൊരു അടിപൊളി സാധനമാണ്. നല്ല ഉയരത്തിലുള്ളൊരു വാച്ച് ടവർ. നമുക്ക് ഇതിനുള്ള മേലെ കയറി നോക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത്യാവശ്യം കയറാണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. അവിടെ നമുക്ക് നല്ല ബ്രഹ്മഗിരി ഹിൽസിൻ്റെ ആ ഒരു വ്യൂ നമുക്കിങ്ങനെ കിട്ടും. ഇവിടുന്ന് ഇവിടെ നമുക്ക് ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ ആണ് ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടുക. വാവ്. പിന്നെ നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷനൊക്കെ കാണുന്ന നല്ല പൊട്ടായിട്ട് ഇങ്ങനെ നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന്. കംപ്ലീറ്റ് താഴേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഫി എസ്റ്റേറ്റിൻ്റെ ഒരു വ്യൂവും കൂടി കിട്ടും. നല്ല പച്ചപ്പ്, നല്ല ഗ്രീനറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അടിപൊളിയായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നല്ല തണുത്ത കാറ്റും. ഇനി ഇവിടുത്തെ മറ്റൊരു അട്രാക്റ്റീവായിട്ട് സംഗതിയാണ് ഇവിടുത്തെ ഹെർബൽ ഗാർഡനുകൾ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന, ഈ ഗാർഡനിൽ നിന്ന് എടുക്കുന്ന വളരെ റെയറായിട്ടുള്ള ആയുർവേദ തൈകൾ, അതുപോലെയുള്ള സ്പൈസസുകളൊക്കെയാണ് ഇവിടുത്തെ ആയുർവേദ സ്പാലും പിന്നെ ചികിത്സാലയത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. ഒരുപാട് ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ ഒരുപാട് പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ പറ്റും. എല്ലാത്തിൻ്റെയും അതിൻ്റേതായ സയൻറ്റിഫിക് നാമങ്ങളും, അതുപോലെ അതിൻ്റെ നമ്മൾ മലയാളത്തിൽ പറയുന്നതും എല്ലാം അതിവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഹെർബൽ ഗാർഡൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ രാവിലെയൊക്കെ നടക്കുമ്പോൾ നല്ലൊരു ഫീലായിരിക്കും കിട്ടുക. ഈ ചെടീൻ്റെ പേരെന്താണെന്നറിയോ? പൂച്ചമീശ എന്നാണ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നാവിൽ വെച്ചിട്ട് രുചിയൊന്നും കാണുന്നില്ല. എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഇത് ബിരിയാണിയിൽ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ പുട്ട് ചുടുമ്പോൾ പുട്ട് ചുടുന്ന സമയത്ത് അതിൽ വെക്കാറുണ്ട്. അപ്പോൾ പുട്ടിന് ഇതിൻ്റെ ഈ ഒരു ചെടിയുടെ സ്മെല്ല് കിട്ടാൻ സംഭവം കിടുവാണേ.
പിന്നെ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതൊക്കെ നോക്കാനൊക്കെ സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ ഉണ്ട്. കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹെർബൽ ഗാർഡനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിനി ആയുർവേദ റിസോർട്ടിലെ റിസപ്ഷനിലേക്ക് കയറാം. റിസപ്ഷൻ നല്ലൊരു വലിയ അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള ഒരു റിസപ്ഷൻ തന്നെയാണ്. നല്ല വിശാലമായിട്ടുള്ളൊരു റിസപ്ഷൻ ഏരിയ നമുക്ക് കാണാം. ഈ റിസപ്ഷൻ ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടെ ആയുർവേദ സംബന്ധമായിട്ടുള്ള ഓയിൽസും മറ്റു കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പ് നമുക്കിവിടെ കാണാം. ഒരുപാട് കോഫി ഐറ്റംസുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള തൈലങ്ങളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഇവിടുത്തെ റൂം ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഇവിടുത്തെ യോഗ ഹാള്, അതുപോലെ തന്നെ ചികിത്സാലയം, പിന്നെ കളരി, ഇതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഇവിടുത്തെ ജീവീസ് റിസോർട്ടിലെ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് റൂമിലേക്ക് റൂം സർവീസാണ്, കംപ്ലീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ യോഗ മന്ദിരം. ഇതിൻ്റെ നേരെ താഴെ നമുക്ക് കോഴിക്കളരിയുണ്ട്. നമ്മൾ രാവിലെ ഏർലി മോർണിംഗിൽ ഇവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നിറയെ ഇവിടെയുള്ള ഗസ്റ്റുകളൊക്കെ വന്ന് ഇവിടെ യോഗാസനം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ല രസമായിരിക്കും. പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞുകൊണ്ട്, മഞ്ഞിൽ പുതഞ്ഞിട്ടുള്ള ഈ ഒരു വൈത്തിരിയുടെ ഈ പ്രകൃതിയിൽ ഇങ്ങനെ അലിഞ്ഞുകൊണ്ട് യോഗ ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ചുകൊണ്ട്. ഇനി ഇതിൻ്റെ നേരെ താഴെ നമുക്ക് ഇവിടുത്തെ കളരി നമുക്ക് കാണാം. കുഴി കളരി കണ്ടോ, കളരി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ കളരി അഭ്യസിക്കാൻ നമുക്ക് ചികിത്സാഗാര, ഇവിടുത്തെ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള മുറികൂട്ടി ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചെറിയ തരത്തിലുള്ള ഒരു ഹെഡ് മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. സംഭവം കിടുമായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് നേരത്തെ ഒരു ഹെഡ് മസാജ് സംഭവം കിടുവാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പാക്കേജുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. വ്യത്യസ്ത റേഞ്ചിലുള്ള ഇവിടെ സ്റ്റേ ചെയ്തിട്ടും അല്ലാതെയും, അതുപോലെ തന്നെ സ്റ്റേ ബാക്കായിട്ട് ദിവസങ്ങളോളം നിന്നുകൊണ്ടുള്ള ചികിത്സയും മറ്റൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ഇവിടുത്തെ റൂം കാറ്റഗറീസാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. നമുക്ക് റൂമിലേക്ക് പോകാം. ഞാൻ ഇവിടുത്തെ ഇനി റൂമുകൾ ഓരോന്ന് പരിചയപ്പെടുത്തി തരാം. ഇതേ നമ്മൾ അവോക്കാഡോ എന്ന് പറയുന്ന ഒരു കാറ്റഗറി റൂമിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഓരോ റൂമിനും ഓരോ ഫ്രൂട്ടിൻ്റെ പേരുകളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ആ ഫ്രൂട്ടിൻ്റെ തൈ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവർ നട്ട് വെച്ചിട്ടുമുണ്ട്. ഒരു വെറൈറ്റി കൺസെപ്റ്റാണത്. ഇനി നമുക്ക് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത്. സോഫയും അതുപോലെ തന്നെ ഷെൽഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ്. ഇവിടെ ഈ ഒരു കോർണറിൽ നമുക്ക് ഷെൽഫ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെൽഫും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വാവ്, സൂപ്പർ വ്യൂ ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്കൊരു പനാരമിക് ആയിട്ടുള്ള വ്യൂ നമുക്ക് റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. കണ്ടോ, എല്ലാ ഭാഗത്തും ഗ്ലാസ് വെച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു എസ്റ്റേറ്റ് വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഇതേ നമുക്ക് നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹില്ലിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. AC റൂമാണ്. പിന്നെ റൂമിലെല്ലാ തരത്തിലുള്ള ഫർണിച്ചറുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഡ്രസ്സ് വെക്കാനുള്ള ഷെൽഫുണ്ട്. നമുക്ക് ആ ലിവിങ് റൂമിൽ അതുപോലെയുള്ള വർക്ക് ചെയ്യാനുള്ള ടേബിളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ വലിയൊരു മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാത്റൂം സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലുപ്പമുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ബാത്റൂം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാൽക്കണി വ്യൂ ആണ്. നമുക്ക് ആ ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. പിന്നെ റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം.
എന്താ ഒരു ഫീൽ ഈ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്ന നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ട റൂം ഇവിടുത്തെ പ്രീമിയം കാറ്റഗറി ദക്ഷ എന്ന കാറ്റഗറി റൂമായിരുന്നു. ഇനി അതിൻ്റെ നേരെ താഴെയുള്ള ബേസ് കാറ്റഗറി റൂമാണ്. ഈ റൂമിന് ഇവർ പേര് കൊടുത്തിട്ടുള്ളത് ഹണിബെറി എന്നുള്ള ആ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ഇവിടെ താഴെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് റൂമിലേക്ക് കയറി ഇവിടുത്തെ ഈ റൂമിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ദക്ഷ എന്ന കാറ്റഗറി റൂമിലേക്ക് കയറി വന്നപ്പോൾ കണ്ടതുപോലെയുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് ഈ ഭൗമിക എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി റൂമിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അത്ര തന്നെ സ്പേസ് ഇതിനില്ലെങ്കിൽ പോലും നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോഫ, വർക്ക് ചെയ്യാനുള്ള ടേബിൾ, കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബെഡ്റൂമിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. സെയിം ഇൻറ്റീരിയർ തന്നെയാണ്. എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കംപ്ലീറ്റ് ഒരു വുഡൻ ടച്ചിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതെ നമുക്ക് ബെഡിൽ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണി വ്യൂ, നേരെ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അഡാർ, നമ്മുടെ വയനാടിൻ്റെ അഭിമാനമായിട്ടുള്ള ചെമ്പ്ര പീക്കിൻ്റെ വ്യൂ ആണ് നമുക്ക് ഈ ഒരു റൂം നമുക്ക് കിട്ടുക. രാവിലെയൊക്കെ നല്ല മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വയനാട് വൈത്തിരി കഴിഞ്ഞ് ചുണ്ടയിലെത്തുന്നതിൻ്റെ മുന്നേ അമ്മാറ, നമ്മളെ ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി പരിചയപ്പെടുത്തിയ ഒരു ഏരിയയാണ് അമ്മാറ എന്ന് പറയുന്ന സ്ഥലം. ജസ്റ്റ് മെയിൻ റോഡിൽ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കോഫി എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആയുർവേദ റിസോർട്ടാണ് ജീവീസ് റിസോർട്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു പ്രീമിയം സെഗ്മെൻറ്റ് പെട്ടിട്ടുള്ള റിസോർട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വന്ന് താമസിച്ച് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ഈ വീഡിയോ ഇത്രയും ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു എൻജോയ്മെൻറ്റിന് വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന റിസോർട്ടല്ല ഇത് പ്യുവർലി ആയിട്ടുള്ള നാച്ചുറൽ ആംബിയൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള വേറെയുള്ള പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടി വരുന്ന ആളുകൾക്ക് ഏറ്റവും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടാണ്, വയനാട്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ എന്തായിരുന്നാലും കിട്ടും. മോർണിംഗിലെ വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലേ, ഏറ്റവും സൂപ്പറായിട്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ആംബിയൻസ് ആസ്വദിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ദിവസം ഒന്ന് വന്ന് നിന്നാൽ പോരാട്ടോ, 2 ദിവസമൊക്കെ നിന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, മോർണിംഗ് വാക്ക്, ഈ ഒരു എസ്റ്റേറ്റിനുള്ളിലുള്ള മോർണിംഗ് വാക്ക്, പിന്നെ ആ ഫിഷിംഗ് പോണ്ടിൻ്റെ അവിടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഇവിടുത്തെ ആയുർവേദ ചികിത്സ, അങ്ങനത്തെ ഉള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മതിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി റിസോർട്ടാണ്. ഇനി റൂം ഫെസിലിറ്റി ആയിരുന്നാലും, പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഫുഡൊക്കെ ഭയങ്കരമായിട്ട് ഹൈജീനിക് ആയിട്ട് തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റാലിറ്റി സൂപ്പർ. ഇതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ട്രാവൽ ഡോട്ട്സ് വെക്കേഷൻ പ്ലാനർ മുഖേന നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ റേറ്റിൽ റൂം ബുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഏതായിരുന്നാലും ഈ വീഡിയോയുടെ കൺക്ലൂഡ് ചെയ്യുന്നു. മറ്റൊരു കിടിലൻ റിസോർട്ടിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ വാങ്ങട്ടെ. ബൈ.